എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേപ്പർ വെച്ചിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അതിനാദ്യം പേപ്പർ ഇങ്ങനെ ഒന്ന് കീറിയെടുക്കണം. അതിങ്ങനെ കറക്റ്റ് ഷേപ്പിലാവണ്ട, ഇതുപോലെ ഒന്ന് കീറിയെടുത്താൽ മതി. ഓരോന്നും ഓരോ രീതിയിൽ ചെയ്തെടുക്കുക. ഇതുപോലെ കുറേ പീസ് ഏകദേശം ഒരു ബോട്ടിൽ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് അത്ര അളവിൽ ഒന്ന് കീറിയെടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു മെഴുകുതിരി ആയാലും മതി. ഞാൻ മെഴുകുതിരി ഇവിടെ ഇല്ല, നോക്കിയപ്പോൾ വിളക്കും ഇല്ല. ഉള്ളൊരു പഴയൊരു വിളക്കെടുത്ത് ഒന്ന് കത്തിച്ചെടുത്തിട്ട് അതിൻ്റെ പുക കാരണമാണ് വീഡിയോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നത്. പിന്നെ അതൊന്ന് കരിച്ചെടുക്കുക, അതിൻ്റെ വക്ക് ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് കരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കറുപ്പ് കളർ ഇങ്ങനെ ഉണ്ടാവും അവിടെ. അത് ലാസ്റ്റ് പെയിൻ്റൊക്കെ ചെയ്ത് വന്നാൽ, പെയിൻ്റല്ല പോളിഷിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അതിനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാം കണ്ടോ, അവിടെ അതിൻ്റെ കീറിയ ഭാഗങ്ങളൊക്കെ പരന്ന് നിൽക്കും. അതൊക്കെ ഒന്ന് പോകാനാണ് ഇങ്ങനെ കരിച്ചെടുക്കുന്നത്. നല്ലവണ്ണം ശ്രദ്ധിക്കണം, കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. എൻ്റെ കൈ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് കത്തി പിടിക്കുമ്പോൾ പൊള്ളിയിട്ടുണ്ട്. ഫോണിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ കയ്യിൽ തീ വരും. അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. മെഴുകുതിരി ആണെങ്കിൽ അത് മതി, അതാണ് നല്ലത്. അപകടം ഇച്ചിരി കുറയും. ഇതുപോലെ ആദ്യം ഒന്ന് പേപ്പർ ഒന്ന് കവർ ചെയ്ത് നോക്കിയാൽ മതി ബോട്ടിലിൽ. എന്നാൽ നമുക്കറിയാൻ പറ്റും എത്രയ്ക്ക് വേണമെന്നുള്ളത്. എന്നിട്ട് ഇതുപോലെ കണ്ടോ, ഇതിൻ്റെ കറുപ്പ് കളറ്, അതാണ് നല്ലൊരു ഭംഗി കൊടുക്കുക. നമ്മൾ ബോട്ടിലെടുക്കുക, വേണ്ട ബോട്ടിലിൽ. അതിന് ഈ ഫെവിക്കോൾ MR അത് മതി. അതാദ്യം ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കണം. ഇങ്ങനെ എന്നിട്ടത് ഒട്ടിച്ചെടുക്കുക. ഇതിന് കഴിയുന്നതും ഇതുപോലെ മിനുസമുള്ള പേപ്പർ ഉണ്ടല്ലോ, അതായിരിക്കും നല്ലത്. മറ്റേ ന്യൂസ് പേപ്പർ ആകുമ്പോൾ അത് നമ്മളിതിൻ്റെ മേലെ പശയൊക്കെ ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ ഇളകി പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ മിനുസമുള്ള പേപ്പർ തന്നെ എടുക്കുന്നത്. അതിങ്ങനെ അമർന്ന് നിൽക്കുന്നില്ലെങ്കിൽ കയ്യിലിട്ടൊന്ന് ചുളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചുളിവ് വരും അവിടെ. ഞാൻ ആ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാത്തത്. എന്നിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് അമർന്ന് നിൽക്കുന്നില്ലെങ്കിൽ അവിടെ കത്രിക എടുത്തിട്ട് ഒന്ന് ബ്ലേഡ് കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. ഇനി നമ്മൾ അടുത്ത ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ കൂടെ കയറി ഒട്ടിക്കണം. അപ്പോഴതിന് കുറച്ച് കയറിയാൽ മതി, ഒരു നല്ലൊരു ബലം കിട്ടും. കണ്ടോ, ഏകദേശം ഇങ്ങനെ ഒന്ന് കുറച്ച് കയറി നിൽക്കാൻ പാകത്തിൽ ആദ്യം ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വേണ്ടത് കംഫർട്ടബിൾ എന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് പശ തേച്ചെടുത്താൽ മതി. അങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ വയ്ക്കുക, ഒരു ഭാഗം ഒട്ടിച്ചെടുക്കുക. അപ്പോൾ മറ്റേ ഭാഗം പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കത്രിക എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കീറി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തെടുക്കുക. അടുത്ത പേപ്പർ അതുപോലെ എടുത്തിട്ട് എല്ലാം ആദ്യം ഒന്ന് വെച്ച് നോക്കുക. നമുക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വേണ്ടത്, കവറിങ് എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളത് ഏകദേശം ഒന്ന് വെച്ച് നോക്കുക. അതങ്ങനെ കീറുന്നത് അമർന്ന് നിൽക്കാനാണ്. ഇതെല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് അധികം പണിയൊന്നും ഇല്ല ഇതിന്.
അങ്ങനെ ഒട്ടിച്ചെടുക്കുക. പശ വേണ്ടിടത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കണം, എങ്കിലേ അത് ഒട്ടി നിൽക്കുള്ളൂ. ഒന്നിൻ്റെ മേലെ കയറി വരുന്ന രീതിയിൽ തന്നെ ഓരോന്നും ഒട്ടിച്ചെടുക്കുക. അടിഭാഗം ഒട്ടിക്കുമ്പോഴേ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. മേൽഭാഗമൊക്കെ നമുക്ക് ശരിക്കും പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ കഴിയും. അടിഭാഗം അത് വളഞ്ഞ് താഴേക്ക് നിൽക്കണം, അത് അപ്പോഴൊരു ബലം കിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ അടി സൈഡിൽ ബാക്കിയുള്ള ഭാഗത്ത് വെറുതെ ഒരു പീസ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും അതിൻ്റെ അടിഭാഗത്ത്. ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളത് ഒട്ടിച്ചു കൊടുക്കാറുണ്ട്. ഓരോ ഭാഗവും ആദ്യം ഒന്ന് വെച്ച് നോക്കണം എങ്ങനെയൊക്കെ വരിക എന്നുള്ള. അതിനനുസരിച്ച് പശ തേച്ചാൽ മതി. ഏകദേശം കണ്ടാൽ പശ വേസ്റ്റ് ആയി പോവില്ല. ഞാൻ വെച്ച് നോക്കുന്നുണ്ട്, ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അത് പോകുന്നതാണ്. വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാവർക്കും ചെയ്തെടുക്കാം, വരയ്ക്കും വേണ്ട, അധിക സംഭവങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതുപോലെ ചെയ്യാം കേട്ടോ. ഫോട്ടോ വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ട് ഞാൻ അതിന് ചെയ്യുന്നുണ്ട്. വരുന്ന അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് വരും. കുറച്ച് ക്ലേ വർക്കൊക്കെ ആയിട്ടാണ് ചെയ്യുക. ഇങ്ങനെ ഫോട്ടോ ഒക്കെ നമുക്ക് ഒട്ടിക്കാം. അതിന് സ്ക്വയർ ബോട്ടിലാണ് ഏറ്റവും നല്ലത്. റൗണ്ട് ആയിരിക്കുമ്പോൾ ഫോട്ടോ അതിനെ സ്ക്വയർ ആക്കി എടുക്കാം, ഫ്രണ്ട് ഏജൊക്കെ, എന്നിട്ട് അവിടെ ഒട്ടിച്ചാലും മതി. ഭംഗിയൊക്കെ ഉണ്ടാവും. ആവാത്ത ഭാഗങ്ങളിലൊക്കെ പശ വയ്ക്കുക, ഒട്ടിക്കുക. കുറച്ച് എഴുത്തുകളും ഫോട്ടോസിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ നേരെ വെച്ചത്. ഇത് ക്രോസ് ആയിട്ട് വെച്ചാലും ഭയങ്കര സ്റ്റൈലായിരിക്കും കേട്ടോ. എഴുത്തേ ഒന്ന് നേരെ വെച്ചിട്ട് മറ്റൊരെണ്ണം ക്രോസ് ആയിട്ട് വെച്ചാലും ഭംഗി ഉണ്ടാവും. ഇപ്പം ഞാൻ നേരെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഏകദേശ ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചായിട്ടുണ്ട്. പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഫെവിക്കോൾ നല്ലവണ്ണം കൂടുതൽ തേച്ച് കൊടുക്കണം. അതിൻ്റെ താഴ്ഭാഗവും അതൊരു പേപ്പർ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ കഴിയുന്ന
ചെറിയ പീസുകൾ എടുക്കണം കേട്ടോ. ഇത് കുറച്ച് വലുപ്പം കൂടുതലാണ്, അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ ബെൻഡ് വരുന്ന ഭാഗങ്ങളിൽ ചെറിയ പീസുകൾ എടുത്താൽ ഈ മുകൾ ഭാഗത്തേക്ക് ശരിക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കീറിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, ഇങ്ങനെ വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ടിത് മുകൾ ഭാഗം മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കുക. അതുപോലെ ചെറിയ പീസാണെങ്കിൽ ഏകദേശമൊക്കെ ക്ലിയറായിട്ട് തന്നെ അമർന്ന് നിൽക്കും അത്. ചെറിയ പീസുകളാണ് നല്ലത്. കുറച്ചൊക്കെ വലുപ്പമാവാം, എന്നാലും കാണുന്ന ഭാഗങ്ങളിലായിരിക്കുമ്പോഴേ ചെറുതായിരിക്കുമ്പോൾ നല്ല ബലം കിട്ടും, അടുത്തടുത്ത് കൂട്ടിപ്പിടുത്തുണ്ടാവും. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഭാഗങ്ങളിലൊക്കെ ഒട്ടിച്ചായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേൽഭാഗം ആ ഹോളൊക്കെ കവർ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്, മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കുകയാണ്. കുപ്പിയുടെ ഹോൾ ഭാഗമൊന്നുമില്ല, മൊത്തം ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉണങ്ങിയതിന് ശേഷം podge പറഞ്ഞ ഫെവിക്രിലിൻ്റെ തന്നെ കണ്ടോ, അങ്ങനെ ഏകദേശം ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്ത്. ഇനി ഈ പശയാണ് എടുക്കുന്നത്. ഇത് വൈറ്റ് ഗ്ലൂ ആണ്. ഇതില്ലാന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഫെവിക്കോളിൻ്റെ ഇപ്പോൾ നമ്മൾ തേച്ചില്ലേ അതായാലും മതി, വൈറ്റ് ഗ്ലൂ ഏതായാലും മതി. ഇതായിരിക്കുമ്പോൾ നല്ലൊരു പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു നല്ലൊരു ഫിനിഷിങ് കോട്ട് കിട്ടും, ലാമിനേഷൻ കോട്ട് കിട്ടും. അതങ്ങ് ഒരു കോട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി, ഒരു കോട്ട് അടിച്ചാൽ തന്നെ മതി, ശരിക്ക് എല്ലായിടത്തും ആവണത്. ഇതൊരു വൈറ്റ് ഗ്ലൂ ആണ്, ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും ഇത്. ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇനി നമ്മൾ ഇത് അടിച്ച് ഉണങ്ങിയതിന് ശേഷം ഇതിന് വാർണിഷ് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് അടിക്കുന്ന വാർണിഷ് തന്നെ ഒരു കൂട്ടം അടിക്കുന്നുണ്ട്. അത് ഈ പെയിൻ്റൊന്നും ഇളകി പോരാതിരിക്കാനും പിന്നെ ഈ എഴുത്തൊക്കെ മാഞ്ഞ് പോകാതിരിക്കാനും ഒക്കെയാണ് അതിനൊരു കോട്ടിങ് എന്നുള്ള നിലയ്ക്കുണ്ടോ മുകൾ ഭാഗവും മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്തെടുത്തത്. ഇനിയുണ്ടോ നമ്മൾ സ്ലീക്ക് തന്നെയാണ്, അത് നൈസായിട്ട്, കൂടുതൽ വേണ്ട, ഒന്ന് ഇതിപ്പോൾ തന്നെ തിളക്കമുണ്ടായിരിക്കും, അപ്പോൾ എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ശരിക്കൊന്ന് ഉണക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഉണക്കിയെടുത്തതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ഇതുപോലെ ഉണ്ടാകും, നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്, കൈ പൊള്ളാതെ നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.